എല്ലാവർക്കും തന്നെ മൈ നെയിം ഈസ് മെസ്സേജ് ഓഷീസ് ആസിഡ് പറ്റ അനിഷോടെ എന്താണ് കണ്ടിട്ട് തോന്നുന്നു. കണ്ടിട്ട് ഒരു സുഖം തോന്നില്ല. മതിയാ ഞാനിപ്പോൾ ഉള്ളത് കാലിക്കടവാണ്. എൻ്റെ കൗവായി വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 25 മിനിറ്റ് ദൂരമുണ്ട് ഇവിടേക്ക് വരാൻ. അപ്പോൾ ഇത് എൻ്റെ ആൻറ്റീൻ്റെ വീടാണ്. ആൻറ്റീൻ്റെ വീട് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഒരാൾക്ക് ചായ കൊടുത്തതും ആ ആളെ തന്നെയാണ് ഞാൻ വിവാഹം കഴിച്ചതും. അങ്ങനെ അനൂപേട്ടൻ എന്നെ പെണ്ണ് കാണാൻ വന്ന വീടിതാണ്. അപ്പോൾ ഇന്ന് ഇവിടെ വരാൻ കാരണം ഇന്ന് ആൻറ്റീൻ്റെ പിറന്നാളാണ്. അതുകൊണ്ട് നമ്മളൊരു കേക്കൊക്കെ വാങ്ങി ആൻറ്റിക്കൊരു സർപ്രൈസ് ആയിട്ട് വന്നതാണ്. അപ്പോൾ ഇതാണ് ആദ്യമായിട്ട് ശരിക്കും പറയേണ്ടത്, ഫസ്റ്റ് പറയേണ്ട കാര്യമാണിത്. അനുവേട്ടൻ പെണ്ണ് കാണാൻ വന്ന വീടാണിത്. അതുകൊണ്ട് ഒരു മെമ്മറിയും കൂടിയുണ്ട്. അങ്ങനെ ഒരു മെമ്മറി നമുക്ക് ഇവിടെയുണ്ട്. പാപ്പ അടുത്തേക്ക് മോളെ എടി നീ അടുത്തേക്കാ സൂചി അങ്ങ് അടുത്തേക്കടി. ചെറിയ പീസാക്കി എടുക്കുക. അഭി ചെല്ലണം. എല്ലാരും ഫോട്ടോ ചിരിക്കണേ, ഫോട്ടോ ചിരിക്കണേ. രണ്ടാൾ എന്തിനാ വിളിച്ചിട്ടില്ല ഒരു ഐഡിയ രണ്ടാക്കും ഇല്ല. കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും, ആൻസർ പറയണം. അതാണ് ആന്റി ഒന്ന് ശ്വാസം വിട്. അപ്പൊ പാപ്പന്റെ കൂടെ വന്നിട്ട് ഇത് എത്രാമത്തെ പിറന്നാളാണ് ആഘോഷിക്കുന്നത്? അങ്ങനെ പിറന്നാൾ ആഘോഷിക്കല്ല പൊതുവെ, എന്നാലും ഇങ്ങനെ തോന്നി അങ്ങനെ ആഘോഷിക്കാന്ന്. വലിയ ആഘോഷമൊന്നും ഉണ്ടാക്കില്ല സാധാരണ. ഇന്ന് ഇങ്ങനെ വിഷുവിന് ഇവിടെ കുറേ ആയി ജോലിക്ക് പോകുന്നത്. അപ്പം ഇപ്പം ജോലിയെല്ലാം മതിയാക്കി വീട്ടിലിരിക്കുന്നത് കൊണ്ടുള്ള ഒരു സന്തോഷം കൊണ്ട് ആക്കിയത്. അങ്ങനെ പിന്നെ എല്ലാവരും വന്നല്ലേ, അന്ന് ആ ഒരു സന്തോഷം കൂടിയായി. അഞ്ച് നല്ല കാര്യം, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള 5 നല്ല കാര്യം പറയാം. എന്നിട്ട് അതുപോലെ 5 നെഗറ്റീവ് കാര്യമൊന്നുമില്ല അല്ലേ? നെഗറ്റീവ് ഒന്നുമില്ലപ്പാ. നെഗറ്റീവ് വന്നിട്ടാണെന്ന് തന്നെ പറയാം. നല്ല ഫുഡ് ഐറ്റംസിൽ നല്ലൊരു കൈപ്പുണ്യമുള്ളൊരു ഭാര്യയാണ് എൻ്റെ ഭാര്യ. ഒരു പുകഴ്ത്തി പറയുന്നതല്ല. പിന്നെ ചില സമയത്ത് പിന്നെ കുറേ അധികം ഉപ്പിടുമ്പോൾ ഞാൻ കുറച്ചൊക്കെ ദേഷ്യപ്പെടും. അതിന് കുറച്ച് നമ്മൾ ഒരു വായാടിത്തുണ്ട്. അതന്നെ പറയുന്നതിൽ കുറച്ചൊരു എന്താണ് പറയുക, ഇപ്പോൾ അത്
നല്ലൊരു സരിച്ചേർച്ചയിലാണ് പോകുന്നത് നമ്മളെ ജീവിതം. ഇതേവരെ ഒരു ഇതൊന്നും ആയിട്ടുണ്ടായിട്ട നല്ല ഇതിൽ തന്നെയാണ് പോകുന്നത്. അങ്ങനെ പറയത്തക്ക ഇതൊന്നും നമ്മൾ തമ്മിലെല്ലാം ഒരു അകൽച്ചൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നല്ല സ്നേഹത്തോടെ തന്നെയാണ്, ഇപ്പോൾ നല്ല സ്നേഹത്തിൽ തന്നെയാണ്. എപ്പം നമ്മൾ കൂടെ ഓള് പോകുന്നുണ്ടെങ്കിൽ ഞാനും പോകും. ഞാൻ ഓള് ഒന്നിച്ചല്ലാണ്ട് മറ്റേ പിന്നെ അത്യാവശ്യം വിട്ട് നിന്നല്ലാണ്ട് ഞാൻ ഇത് 25 വർഷമായിട്ട് നമ്മൾ വേർപിരിഞ്ഞ് നിന്നിട്ടില്ല എന്ന് തന്നെ പറയാം. പിന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 45 വയസ്സായ എനിക്ക് എൻ്റെ പിറന്നാളാണ്. പിന്നെ പിറന്നാൾ എന്ന് പറഞ്ഞാൽ ആഘോഷം എന്ന് പറഞ്ഞാൽ 2 വർഷമായി എൻ്റെ മക്കളാണ് ആഘോഷിക്കൽ. എനിക്ക് ഓർമ്മയൊന്നും ഉണ്ടാക്കില്ല. ഇന്ന് എൻ്റെ മോൻ തന്നെ കഴിഞ്ഞ ബർത്ത്ഡേ, ഇന്നിപ്പോൾ മോനും ചേച്ചിയുടെ മക്കളും എല്ലാവരും വന്നിട്ട് നല്ല വൃത്തിക്ക് ആഘോഷിച്ചു. ആഘോഷം എന്ന് പറഞ്ഞാൽ കേക്കെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് ഞാൻ അറിയാണ്ട് ഇതായിട്ട് കൊണ്ടുവച്ചു. ഒരു ഷോക്കായിപ്പോയി, പ്രതീക്ഷിക്കാതെ പിറന്നാളായിപ്പോയി. എന്നാലും അത് സന്തോഷിക്കുന്നു. നല്ല സന്തോഷിക്കുന്നു. പിന്നെ ജീവിതമെല്ലാം അടിച്ചു പൊളിച്ച് പോന്ന്. പിന്നെ ഇന്ന് ഇവർ വന്ന സ്ഥിതിക്ക് എൻ്റെ പിറന്നാളും കൂടെ അല്ലേ എന്നിട്ട് ഒരു ഷവർമയെല്ലാം ആക്കി മോളും 2 മക്കളും കൂടെ. പിന്നെ എന്താ പറയാ, നല്ലൊരു പോന്നു, അത്ര തന്നെ മതിയാ. അത്രയൊന്നും കൊടുക്കല്ലേ, ഇങ്ങനെ ഇതാണ് നീ പകുതി പൊടി പൊടി അത് മുറിക്കണേ. ഇത് വേസ്റ്റ് അല്ല. ഷവർമ സ്പെഷ്യലിസ്റ്റ് നമ്മളാക്കിയതാ. ഇവിടെ ആക്കുന്നേ അതെയാ. ഒരാളിവിടെ എക്സസൈസ് ചെയ്യുന്ന ഡ്രസ്സ് മാറ്റിയാ നീ. ആ ഇവിടെ ഒരാൾ എക്സസൈസ് ഭയങ്കര. അതാവുമ്പോ ദിവസം നല്ല ദിവസം സൈറ്റ് എടുക്കാൻ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയില്ല. നമ്മളാക്കിയിട്ടുണ്ട് മുമ്പ്. പക്ഷെ നമ്മള് ചാനലൊന്നും ഇട്ടിട്ടില്ല. ചാനലാവുന്നതിന് മുമ്പ് ഉണ്ടാക്കിയത്. ചോദിക്കാൻ പറഞ്ഞത് അല്ലെങ്കിൽ ആകെ നല്ല ചണയുണ്ടു. ഇന്നത്തെ സ്പെഷ്യൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഷവർമ. സോറി ഇവിടെ വിളിക്കുന്ന പേരാ. ഇവളെ വകയാന്ന്, അതായത് ഇത് ആന്റിന്റെ മോളാണ്. ഇവളെ വകയാന്ന് ഷവർമ ഉണ്ടാക്കുന്നത്. ഹോം മെയ്ഡ് ഷവർമ. പേര് പറഞ്ഞോടുക്ക്. അനന്യ ദീപ്. ഇവള് പിന്നെ കാസർഗോഡ് പെരിയയില്. പറഞ്ഞു. ഞാൻ കാസർഗോഡ് പെരിയ നവോദയ വിദ്യാലയത്തിൽ നിന്ന് ഇപ്പം കഴിഞ്ഞിട്ട് വന്നത് 12th കഴിഞ്ഞിട്ട് വന്നു. കോമേഴ്സ്. അതും കൂടി പറ. നമ്മളെല്ലാരും കോമേഴ്സ് വന്ന്, നിധി ഒഴികെ ബാക്കി എല്ലാരും കോമേഴ്സ്. ഇനി അവളെ കുക്കിംഗ് പ്രോസസ്സിലേക്ക് കിടക്കാം. മയോണൈസ് അല്ലേ? മോളൊക്കെ എന്തെങ്ങനെ പഠിച്ചത്? ഇവിടെ അമ്മ ഒരു ഷെഫാണ്. അമ്മേന്റെ അടുക്കുന്ന ഞാനും പഠിച്ചത്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ വിശ്വസിച്ച് കഴിക്കാം അല്ലേ? പോയിസണൊന്നും പറ്റൂല.
മറ്റേ നമുക്ക് ധൈര്യത്തിൽ കുട്ടിക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. അല്ല ഫോട്ടോ ഒന്നും ചെയ്യാം അങ്ങനത്തെ കൊണ്ടാ കുറച്ചല്ലേ ഡാൻസ് പഠിച്ചിട്ടുണ്ട് മുമ്പ്. നീ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടേ? രണ്ടാഴ്ച പഠിച്ചത്. ഇവളെ അമ്മേനെ പോലെ ഇവിടെ വലിയതാക്കി. പിന്നെ മടി അഭിപ്രായം പറയടാ. എന്നിട്ട് അഭിപ്രായം പറയും. കണ്ടിട്ട് തോന്നുന്നു. കണ്ടിട്ടൊരു സുഖം തോന്നില്ല. ഇനിയിപ്പോ നോക്കാം. ചിക്കൻ വന്നിട്ടില്ലേ പണി പറയോ? ഇല്ല, വേവിച്ചതാ. എന്നാ മയണസ് കുറവായോണ്ടാന്ന് തോന്നുന്നു. ടേസ്റ്റ് വെച്ചൊന്നും പറയാം. ഉപ്പ് കൂടിയ നിധിയായിരിക്കുന്നത് ഉത്തരവാദി. ഉപ്പിടാൻ ഏറ്റവും കറക്റ്റ് സൂചന്റെ അമ്മയാണ്. അമ്മേനെ കുറ്റം പറയുന്നൊക്കെ അമ്മേനെ അമ്മേനെ പൊക്കി പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അമ്മേനെ കുറ്റം പറയുക. അമ്മ ഇവിടെ കണ്ടിരിക്കോ? എല്ലാരും വാച്ച് ശ്രദ്ധിക്കണേ, കാരണം ഇത്രയും വിലയില്ല വാച്ചത്. ചിക്കൻ പുഴുങ്ങിയതായോണ്ട് അങ്ങനെ കാണാത്ത പുഴുങ്ങിട്ട് അയ്യോ. എന്നാ മറ്റേ ഓയിൽ കുറച്ചിട്ട് ഫ്രൈ ആക്കിയാ പോരെ? നോക്കട്ടെ. ഇതിവൊന്നുമില്ല. എടുത്തിട്ട് പോയിട്ട് ഷവർമ്മ മതി. ഇത് ഇന്നെ പറ്റിക്കുന്ന ഷവർമ്മയാണ്. തട്ടിക്കൂട്ടൽ ഷവർമ്മ. ഒരു സൈഡല്ലേ ആക്കണ്ടോ? ഉണ്ടെങ്കിൽ ഷവർമ്മയാണെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മതി. ഇപ്പൊ ഇതൊക്കെ ധാരാളമാണ്. ചുട്ടെടുക്കുന്നുണ്ടോ? ഓ തേപോണ് കയ്യിലേക്ക് കുടിക്കുക. അങ്ങോട്ട് കയ്യിലാക്കല്ലേ? ഇന്നത്തെ ശബളമാട്ടോ നമ്മൾ എന്നും കിട്ടു ശബളമ തൊള്ളാട്ടി. എന്താ പറയുന്നത്? അത് ഇത് ശബളമന്നെ. ഇത് ഷവർമ്മ ഇന്നത്തിലെ ഷവർമാട്ടോ. നമ്മളെ അച്ഛനെ ഷവർമ്മ ഇന്നലെ ഷവർമ്മ അറിയല്ലോ. അതെങ്ങാനും തിരിച്ചറിയാൻ ഇങ്ങോട്ടായി. അല്ല ഇത് അടുത്ത റോള് ഇത് ഞാൻ. ഷവർമ്മ ഉണ്ടാവുന്നതല്ലേ? 1 4 5 അത് ഇങ്ങോട്ട് വല്ലാണ്ട് പിടിക്കും. 1 2 3 4 2 പെരുന്നാള് ചപ്പാത്തി ഷവർമ്മ ഷവർമ്മ ഇല്ലേ? ഇത് ഇന്നത്തെ സ്വാഗതം പറ. ഇതാ ഷവർമ്മ. സ്വാഗതം പറഞ്ഞു. സ്വാഗതം എല്ലാവർക്കും തന്നെ. മൈ നെയിം ഈസ് മെസ്സിസ് ഓഷീസ് ആസിഡ് പറ്റ അനിഷോടെ എന്താണ് ഷവർമ്മ എന്ന് ഡെരിയാണിത് തിന്നുമില്ല. എന്നിട്ട് ഞാൻ പണിഞ്ഞാനില്ല തീർന്നേ വൃത്തിയല്ലേ ഇന്ന് പണിയാനിട്ട് അടുത്ത റോള് ഇനി ആരാ ഉണ്ടാക്കുന്നത്? ഹായ് എന്ത് രസം കൊല്ലാടിയത് ഈ ഷവർമ്മ ഷോർത്തി തന്നെ. 1 2 3
അമ്മീനെ നോക്ക്. അയ്യോ. എല്ലാം കൂടെ എന്നെ കൂട്ടണം നിങ്ങൾ മാത്രം ഫോൺ ചെയ്യാൻ വേണ്ടി പോയി പിന്നെ വരുന്നില്ലല്ലോ. അങ്ങനെ പറഞ്ഞില്ലേ എനിക്കറിയാം ഉമ്പിറാക്കല് ഓള് വന്നിട്ടാ പോളാന്നല്ല ആക്കല്. ഇത് ഇന്നത്തിലെ ഷവർമ. ഇതൊന്നും ചപ്പാത്തി നിന്നെ കാണുന്നില്ലേ ആ ഷവർമ ഉണ്ടാക്കും നോക്കണം നീ ഹലോ ഷവർമ കഴിക്കാം നമുക്ക് കഴിക്കാം കഴിച്ചോ എടുത്തുക്കോ കടിക്ക് കടിക്ക് ഇവിടെ കടിക്ക് കടിക്ക് അങ്ങനെ ഒന്നൊന്നുമില്ല. അപ്പുറത്തെ സ്ഥലത്ത് എങ്ങനെയുണ്ട്? ഇപ്പൊ വന്നിട്ട് ലാസ്റ്റ് അവര് 1.20 മേടിച്ചരാ ദേവടന്റെ മരുമോൾക്ക് എടുക്കാൻ വേണ്ടി മേടിച്ചരാ വന്നേന് 1.20. ഇനി ഇവനെ പരിചയപ്പെടുത്താൻ ബാക്കി. ഇവൻ ആന്റീന്റെ മൂത്ത പുത്രൻ. അഭിലാഷ്. ആ ഇനി എന്താ പഠിക്കുന്നത്? ഡിഗ്രി പറഞ്ഞോ എത്ര ഏത് ഇയറാ? തേർഡ് ഇയർ വീക്കോ ആ എല്ലാം ബിക്കും കാര്യം. കുടുംബക്കാരെ വീക്കോ പിന്നെ അത്യാവശ്യം ഇവിടുത്തെ വണ്ടിയും ഓടിക്കും അല്ലേ? ആ അത്യാവശ്യം ഡ്രൈവറാണ്. ഡ്രൈവർ അച്ഛന്റെ വണ്ടി മോനോടിക്കുന്നു. അച്ഛന് എല്ലാ പണിയെടുക്കാത്തൊന്നുമില്ല എല്ലാ പണിയെടുക്കും. അല്ല അതൊരു പോയിന്റ് എന്ന് വെച്ചാല് അച്ഛന് രാത്രി വണ്ടി എടുക്കുമ്പോൾ കുറച്ചൊരു കാഴ്ച പ്രശ്നം അപ്പം അതുകൊണ്ട് ഞാനിപ്പം അത് 2 വർഷമായി. 1.5 വർഷം 2 വർഷം എടുക്കേ ഇവൻ ഇറങ്ങി വരുന്ന വീഡിയോ എടുത്തിന് അതിനകത്ത് അപ്പൊ അങ്ങനെ അച്ഛന് വീട്ടുകാർക്കൊരു ഹെൽപ്പ് അല്ലേ? ഹെൽപ്പ് എന്നുള്ള രീതിയിൽ. അത് മാത്രല്ല ഇവൻ കാറ്ററിംഗിന്റെ പണിക്ക് പോക്കുണ്ട്. പിന്നെ കോളേജ് വെക്കേഷൻ സമയത്ത് പിന്നെ ഡ്രസ്സിന്റെ സെയിൽസ് ഷോപ്പില് ഡ്രസ്സിന്റെ ടെക്സ്റ്റൈൽ ഷോപ്പില് സെയിൽസ് ആയിട്ട് പോക്കുണ്ട്. പിന്നെ എന്തെല്ലാം പോയിട്ടുണ്ട് നീ? പ്ലംബിങ് അങ്ങനെ എല്ലാ പണിയും ഓൾ ഇൻ ഓൾ ആണ്. ആന്റി ക്യാമറ കാണുമ്പോ സ്റ്റാച്ചു നിങ്ങളൊരു ക്യാമറ വേഗം പോയിട്ട് വന്നാൽ ഞാൻ തിന്നോ. ഷവർമ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞായിരിക്കും. ഇല്ലത് പോലെ പറയാ. ഇറക്കട്ടല്ലേ? കുറച്ച് വെളുപ്പിക്കല്ലേ മോനെ. അതെല്ലാം കേൾക്കുന്നുണ്ടേ. നമുക്ക് കുറച്ച് മാത്സ് കുറച്ച് നല്ലോണം ഉണ്ടായി. ബാക്കി കുഴപ്പമില്ല. ഓക്കെ സോസും കൂടി വേണം.